ഈ കൊലയുടെ പഴമൊക്കെ എങ്ങോട്ട് പോയി കണ്ടോ? ഇതിനകത്ത് ഒരൊറ്റ പഴവുമില്ല. ഇത് എങ്ങോട്ട് പോയി നമുക്ക് നോക്കാം. നമ്മുടെ സാംജോ സാറ് വന്നിട്ടുണ്ട്. സാംജോ സാറിന് ഇഷ്ട പഴം ഇതാണ് പടറ്റിപ്പഴം. പടറ്റിപ്പഴം വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ കൊലയായിട്ട് അതുപോലെ അങ്ങ് എടുക്കും. കണ്ടോ? സാധാരണ പടറ്റിപ്പഴം കറിക്കായ ആയിട്ടാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. കറി വെക്കാനും തോരൻ വെക്കാനും ഒക്കെയാണ് അത് ഉപയോഗിക്കുക. പക്ഷെ സാറ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് പഴുത്താണ് കഴിക്കുക. അപ്പോൾ പഴുത്ത് കഴിക്കുന്ന ഏറ്റവും നല്ലതാണ്. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പം ചിക്കൻ പോക്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് സാധാരണ പടത്തിപ്പഴമാണ് ആൾക്കാർ കഴിക്കാൻ ഉപയോഗിക്കുന്നത്. പഴത്തിൻ്റെ തൊലിയോടുകൂടി ചേർന്ന ഭാഗം പഴം തൊലിച്ചെടുക്കുമ്പോൾ തന്നെ അതിനകത്തോട്ടുള്ള ആ ചേർന്ന ഭാഗം പ്രത്യേകമായിട്ട് കഴിക്കുന്നതും അസിഡിറ്റി കുറയ്ക്കാൻ വളരെ ഗുണമുള്ളതാണ്. ഡയബറ്റീസുകാർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന പഴമാണ് അത് ഇതുകൂടെ കഴിക്കണം, അതേ ഉള്ളൂ. അല്ല, ഇത് പടത്തിപ്പഴം ഇപ്പം ഞാലിപ്പൂവൻ പാളയംകോടൻ പഴം അതൊക്കെ എടുക്കും. അതല്ലാതെ പടത്തിപ്പഴം സെലക്ട് ചെയ്യാൻ എന്താ കാരണം? പടത്തിപ്പഴം റെയറായിട്ടാണ് കിട്ടുക. പാളയംകുടൻ ഞാലിപ്പൂവനൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ കൃഷി ചെയ്ത് ബൾക്ക് ക്വാണ്ടിറ്റി കൃഷി ചെയ്ത് വരുന്നതാണ്. അതിനകത്ത് പല വിധത്തിലുള്ള അഡൽട്രേഷൻ ഉണ്ടാകാം, വിഷാംശങ്ങളുണ്ട് കയറ്റിയിട്ടുണ്ടാകാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സാധാരണഗതിയിൽ നമ്മൾ ഈ പടത്തി പോലെയുള്ള പഴം സ്വീകരിക്കുന്നത്. അതുമല്ല നമ്മുടെ ദേശത്തിന് പറ്റിയ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. ഈ ചിക്കൻ ബോക്സ് ഉള്ള സമയത്ത് ഇത് ചെങ്കതളി എന്ന് പറയുന്ന ചുവന്ന പഴം, അതും ന്യൂട്രലായിട്ടുള്ളൊരു പഴമാണ്. അത് കാരണം അതിനകത്ത് പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും സമീകൃതമായിട്ടാണ്. ഇപ്പം മറ്റ് പഴങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇതിനകത്ത് പാളയംകുടൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഷുഗർ കണ്ടന്റ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് എല്ലാ ആൾക്കാർക്കും കഴിക്കാൻ പറ്റുന്ന, ചില ഡയബറ്റീസ് ഉള്ളവർക്ക് ചിലപ്പോൾ അന്നേരം അത് കഴിക്കാൻ പറ്റാതെ ചിലർക്ക് അത് അസിഡിറ്റി ഉണ്ടാകും. അതേസമയം ഞാലിപ്പൂവൻ എടുക്കുകയാണെങ്കിൽ ആ സമയത്ത് അത് പലപ്പോഴും അത് ഹാർഡാണ്, ജലാംശം കുറവാണ്. അപ്പോൾ അത് വളരെ ഹാർഡായിട്ട് വരും. അപ്പോൾ ഇത് നമ്മുടെ വൻകുടലിനും ചെറുകുടലിനും ഒക്കെ സ്വാഭാവികമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള കഴിവും അതിനകത്തുണ്ട്. അപ്പോൾ ആ തലത്തിൽ നമ്മളിത് കഴിച്ച് അറിഞ്ഞ് അതിൻ്റെ അനുഭവം കൊണ്ടാണ് അത് മനസ്സിലാക്കിയിട്ട് പറയുന്നത്. രുചി നല്ല രുചിയാണ്. അത് കഴിക്കാൻ നല്ല പഴുക്കണം. പഴുത്ത തൊലിയോട് ചേർന്ന മാംസളമായ ഭാഗം വിട്ടുവരുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ആ സമയത്താണ് ഇത് കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ സാംജോ സാറ് സ്ഥിരമായിട്ട് ഇവിടെ വന്ന് ഈ പടത്തിപ്പഴമാണ് എടുക്കാറ്. അത് എടുക്കുകയാണെങ്കിൽ ഒരു കൊല മൊത്തത്തിൽ ഇതുപോലെ എടുക്കും. കൃത്യമായിട്ട് എല്ലാ ദിവസവും വരുമ്പോൾ ഇതുപോലെ തുണിസഞ്ചിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ തുണിസഞ്ചി തന്നെയാണ് എല്ലാ ദിവസവും